നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലമ്പുഴയിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കൽ നടപടി ആരംഭിച്ചു. മലമ്പുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ജവഹർ നവോദയ വിദ്യാലയം എന്നിവയുടെ പരിസരത്തെ ഇറിഗേഷൻ വകുപ്പിന്റെ കാടു നിറഞ്ഞ പ്രദേശത്ത് ഒരാഴ്ചയായി പലതവണ പുലി സാന്നിധ്യം കണ്ട സാഹചര്യത്തിൽ പുലിയെ പിടികൂടാൻ വനം വകുപ്പ് അധികൃതർ കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഒരാഴ്ചയായി ഈ പ്രദേശം രാത്രിയിലും പകലും പോലീസിൻ്റെയും വനം വകുപ്പിൻ്റെയും നിരീക്ഷണത്തിലാണ്. രാത്രികളിൽ വനം വകുപ്പ് ലോഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്. പാലക്കാട് RRTയിൽ നിന്നും പുലിക്കൂട് സ്ഥലത്തെത്തിച്ചു. കൂട് സ്ഥാപിക്കേണ്ട സ്ഥലം വാളയാർ റേഞ്ച് ഓഫീസർ പരിശോധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഉടൻ തന്നെ പ്രവർത്തനക്ഷമമാകുമെന്ന് വാളയാർ റേഞ്ച് ഓഫീസർ അറിയിച്ചു. സ്കൂൾ പരിസരത്തെ കാടുകൾ സ്കൂൾ അധികൃതരും ജയിൽ ക്വാർട്ടേഴ്സിന് അനുവദിച്ച സ്ഥലത്തെ കാട് ജയിൽ അധികൃതരും വെട്ടിത്തെളിയിച്ചു തുടങ്ങി. വെള്ളിയാഴ്ച രാത്രി ജവഹർ നവോദയ വിദ്യാലയത്തിലെയും മലമ്പുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും പ്രഭാകരൻ MLAയും സ്ഥലത്തെത്തിയിരുന്നു. MLAയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് കൂട് സ്ഥാപിക്കൽ നടപടി ദ്രുതഗതിയിൽ ആരംഭിച്ചതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. അകത്തത്തറ വനം വകുപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് കൂട് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകുന്നത്. എത്രയും വേഗം പുലിയെ പിടികൂടാനാവുമെന്ന് രക്ഷിതാക്കളും പരിസരവാസികളും പറഞ്ഞു. അതോടെ ഭീതി മാറുമെന്നും അവർ കൂട്ടിച്ചേർത്തു. നമസ്കാരം, ഞാൻ പാലക്കാട് നവോദയ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരൻ്റാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 600ഓളം കുട്ടികൾ നമ്മളെ രക്ഷിതാക്കളെയൊക്കെ പിരിഞ്ഞിട്ട് ഇവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു 2 ആഴ്ച മുന്നേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ മുതൽ നമ്മൾ ഒരു ആശങ്കയിലായിരുന്നു. ഇപ്പം 2 ദിവസം അടുപ്പിച്ച് ഈ പുലിയെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ, കാരണം കുട്ടികൾ രാവിലെ 5 മണിക്ക് എണീറ്റ് PT ഗ്രൗണ്ടിൽ പോവുകയും രാത്രിയിൽ 9 മണിയോടുകൂടിയാണ് അവർ തിരിച്ച് അവരുടെ മെസ്സിലേക്ക് കുട്ടികൾ പോകുന്നത്. ആ സമയങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം പുലിയുടെ ഒരു ഉണ്ടാകാൻ സാധ്യത കൂടുതലായതുകൊണ്ട് ഞങ്ങൾ കുട്ടികളോടൊക്കെ വൈകുന്നേരം സമയങ്ങളിൽ ഒറ്റയ്ക്ക് നടക്കേണ്ട, കൂട്ടമായിട്ട് ടീച്ചേഴ്സിൻ്റെ കൂട്ടത്തിൽ നടന്നാൽ മതി എന്നൊക്കെ ഞങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്കൊരു അച്ഛനമ്മമാർക്ക് പേരൻസിന് വീട്ടിൽ കിടന്ന് നമുക്ക് ഉറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ് കഴിഞ്ഞ 2 ദിവസമായി ഉണ്ടായിരുന്നത്. എന്തായാലും ഞങ്ങൾ ഇന്നലെ കുറേ പേരൻസ് ഇന്നലെ രാത്രി തന്നെ ഈ സംഭവം അറിഞ്ഞിട്ട് ഞങ്ങളിവിടെ സ്കൂളിൻ്റെ പരിസരത്ത് എത്തുകയും ഞങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾ വന്നിരുന്നു, പോലീസ് വന്നിരുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട MLA സാറിനെ, പ്രഭാകരൻ സാറിനെ ബന്ധപ്പെടുകയും അദ്ദേഹത്തോട് വിഷയത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ നവോദയ സ്കൂളിൽ വരികയും കുട്ടികളെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിനെയും അദ്ദേഹം ആശ്വസിപ്പിക്കുകയും കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി മുൻകൈ എടുക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയും ഉണ്ടായിരുന്നു. അദ്ദേഹം വനംവകുപ്പ് മന്ത്രിയുമായിട്ട് ബന്ധപ്പെടുകയും അതനുസരിച്ച് ഇന്ന് വൈകുന്നേരത്തോടുകൂടി വനംവകുപ്പ് കൂട് സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. എന്താണേലും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ. നമ്മുടെ കുട്ടികൾക്കും ഈ പരിസരവാസികൾക്കും ആശങ്ക മനസ്സിൽ നിന്നും മാറാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.